സഭയോഗത്തിന് തീരുമാനം വന്നില്ല. അത് വലിയ കഷ്ടമാണ്. കാരണം കഷ്ടമാണ്. മന്ത്രിമാരോട് ചെയ്യുന്ന വലിയ ക്രൂരത. 9.5 വർഷവും അവർ ക്യാബിനറ്റിൽ പോകുമ്പം അണ്ടിപ്പരിപ്പ് ഈന്തപ്പഴമെങ്കിലും കഴിക്കാമായിരുന്നു. ഇനിയിപ്പോൾ അവരെ പിൻവലിച്ച് അവർക്ക് അതിനുള്ള അവസരം നഷ്ടപ്പെടും. അല്ലാതെ വേറെ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അല്ല, UDFിൻ്റെ പൊതു അഭിപ്രായം തന്നെ പറയാം. NEPയും PM-ശ്രീയും ഈ രാജ്യത്ത് വലിയ ആപത്താണ് വരുത്തുന്നത് എന്ന് പ്രധാനമായി രാജ്യത്തുടനീളം പറഞ്ഞത് ലെഫ്റ്റ് പാർട്ടീസാണ്. കോൺഗ്രസും അതേ നിലപാട് തന്നെ, ഞങ്ങൾക്കും അതേ നിലപാടാണ്. വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള BJPയുടെ കടന്നുകയറ്റം, കാവ്യവൽക്കരണം അടക്കമുള്ള ചരിത്രത്തെ തമസ്കരിക്കുന്നു. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളായിരിക്കുന്നു. എന്നാൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്ന, അതുകൊണ്ട് ഏറ്റവും വലിയ ആപത്ത് രാജ്ഭവൻ്റെ മുമ്പിൽ സമരം, വിദ്യാർത്ഥി സമരം, സെക്രട്ടേറിയറ്റിന് മുമ്പിൽ പ്രതിഷേധം, രാജ്യത്തുടനീളം പ്രക്ഷോഭം, ഇതെല്ലാം നടത്തിയവരാണ് ഒരു ദിവസം രാത്രി സമയം നോക്കി അർദ്ധരാത്രി പോയി ഒപ്പിട്ടിട്ട് വരുന്നത്. അന്നേരം അവരാണ് പറയേണ്ടി അവരെടുത്ത നിലപാട് എങ്ങനെ മാറി. ഇന്നലെ ശിവൻകുട്ടി ചോദിക്കുന്നത് NEPക്ക് എന്താ കുഴപ്പമെന്ന്. അത് അവർ തന്നെയല്ലേ പറയേണ്ടത്. ഇപ്പോഴും MA ബേബി പറയുന്ന NEP വലിയ കുഴപ്പമാണെന്ന്. അതായത് ശിവൻകുട്ടി ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി, CPMൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ചോദിക്കുന്ന NEPക്ക് എന്താ കുഴപ്പമെന്ന്. ഇതെന്ത് പാർട്ടിയാ? അവർ തന്നെയല്ലേ ഇത് വിശദീകരിക്കേണ്ടത്. ഇപ്പോൾ ഒരു ദോഷവും ഇല്ലാത്ത NEP എന്നാണ് അവർ പറയുന്നത്. പദ്ധതി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ പരിശോധിച്ച് നിലപാട് സ്വീകരിക്കണം. കേന്ദ്രത്തിൻ്റെ ഫണ്ട്, അതാണ് സതീശൻ പറഞ്ഞത്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ സ്വീകരിക്കില്ലെന്ന അഭിപ്രായം നമുക്കില്ല. പക്ഷേ വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള CPM ചൂണ്ടിക്കാണിച്ച് തരുന്ന കാവ്യവൽക്കരണം NEPയിലുണ്ടെന്നാണല്ലോ. അന്നേരം അത് സ്വീകരിക്കണോ വേണ്ടതെന്ന് CPM പറ. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞോളാം. മന്ത്രിസഭാ യോഗത്തിന് തീരുമാനം വന്നില്ല. അത് വലിയ കഷ്ടമാണ്. കാരണം കഷ്ടമാണ്. മന്ത്രിമാരോട് ചെയ്യുന്ന വലിയ ക്രൂരത. 9.5 വർഷവും അവർ ക്യാബിനറ്റിൽ പോകുമ്പം അണ്ടിപ്പരിപ്പ് ഈന്തപ്പഴമെങ്കിലും കഴിക്കാമായിരുന്നു. ഇനിയിപ്പോൾ അവരെ പിൻവലിച്ച് അവർക്ക് അതിനുള്ള അവസരം നഷ്ടപ്പെടും. അല്ലാതെ വേറെ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. പൊതുമാനദണ്ഡങ്ങൾ സംസ്ഥാന സമിതി കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് ചർച്ച പൂർത്തീകരിക്കും, പരിഹരിക്കപ്പെടും.